പാസ്റ്റർ ഷിബു പീഡിയക്കിൽ എന്ന വ്യക്തി മലങ്കര സഭയിലെ ഇരുകൂട്ടരെയും കൺഫ്യൂഷനിലാക്കിയും തമ്മിലടിപ്പിച്ചും തനിക്ക് നേട്ടം കൊയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മലങ്കര മക്കൾ തിരിച്ചറിയണം. 2002 ഭരണഘടന കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്സ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് 2002 ഭരണഘടനയെ നൾ ആൻഡ് വോയിഡ് എന്ന് വിധിച്ചതെന്ന് താങ്കൾ പറയുന്നു. ഇത് കോടതി വിധിയിൽ എവിടെ പറയുന്നു? താങ്കൾക്കൊരു റെഫറൻസ് തരാമോ? അതല്ല കാര്യമെന്ന് മനസ്സിലാക്കൂ സുഹൃത്തെ. യാക്കോബായ വിഭാഗം മെത്രാന്മാർ അവർ കോടതിയിൽ ആവശ്യപ്പെട്ട ഭേദഗതികൾ വരുത്തിയ ശേഷം 1934 ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ സത്യവാങ്മൂലം കൊടുത്തത് താങ്കൾ മറന്നുപോയോ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അവിഭാജ്യ ഘടകമാണെന്നും 1934 ഭരണഘടന അംഗീകരിക്കുന്നുവെന്നും എഴുതി കൊടുത്ത് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അസോസിയേഷനും കൂടി മലങ്കര മെത്രാപ്പൊലീത്തയെ തിരഞ്ഞെടുത്ത ശേഷം നിരീക്ഷകനെതിരെ വസ്ത്രാക്ഷേപം നടത്തി ഇറങ്ങിപ്പോയവർ 2002 ഭരണഘടനയുണ്ടാക്കി വേറൊരു സഭയാണെന്ന് വാദിച്ചാൽ ജഡ്ജിമാർ 3ാം ക്ലാസ്സുകാരാണോ വേറൊരു സഭയാണെന്ന് വിധി എഴുതാൻ? അല്ലാതെ അത് കോഓപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതുകൊണ്ടല്ല. മണ്ടത്തരങ്ങൾ പറഞ്ഞു വീണ്ടും വിഘടന്മാരെ മണ്ടന്മാരാക്കാതിരിക്കുക. മലങ്കര സഭ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. ലോകത്തിലെ എല്ലാ സഭകളും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് പോലും. അതുകൊണ്ടാണ് വിധി പറയുന്നത് വൺസ് എ ട്രസ്റ്റ് ഈസ് ഓൾവേസ് എ ട്രസ്റ്റ്. വീണ്ടും പറയുന്നു, the property of the Malankara church in which is also vested the property of the parish churches would remain in trust as it has for the time immemorial for the sake of the beneficiaries and no one can claim to be owners thereof even by majority and usurp the church and the properties എന്ന്. 1934 ഭരണഘടന എന്ന് പറയുന്നത് ആർക്കും എടുത്ത് അലക്കാവുന്നതും കൊട്ടാവുന്നതും ദൂരെ എറിയാവുന്നതുമായ ഒരു സംഗതിയല്ല. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ മൊത്തം 12 ജഡ്ജിമാർ മാത്രമുണ്ടായിരുന്ന സമയത്ത് അതിലെ 5 ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ കൂടി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് 1934 ഭരണഘടന എന്ന് മനസ്സിലാക്കുക. അതിന് പോറൽ ഏൽക്കണമെങ്കിൽ അതിനേക്കാളും അംഗങ്ങളുള്ള മറ്റൊരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരണം എന്ന് ഓർക്കുന്നത് നന്ന്. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? The 1934 Constitution does not create, declare, assign, limit or extinguish, whether in present or future, any right, title or interest, whether vested or contingent in the Malankara church properties, and only provides a system of administration and as such is not required to be registered. അതായത് 1934 ഭരണഘടന ഒരു ഭരണക്രമം മാത്രമാണ്. പള്ളിയും സ്വത്തുക്കളും ഇടവകക്കാരുടേത് തന്നെ. എന്നാൽ അവ ഭരിക്കപ്പെടേണ്ട ഭരണക്രമം മാത്രമാണ് 1934 ഭരണഘടന. അതില്ലാതെ മുൻപോട്ട് പോവുക അസാധ്യം എന്നല്ലേ വിധിയുടെ അന്തസത്ത? താങ്കൾ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് പോലെ പെന്തക്കോസ്റ്റ് വിശ്വാസികൾക്ക് പോലും അസ്തിത്വം നൽകുന്ന ഒരു ചർച്ച് ബില്ല് വരിക ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ്. കാരണം ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ അവരുടെ മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ അത്തരമൊരു നിയമം ഇല്ലാതിരിക്കെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി ഒരു ബില്ലുണ്ടാകുക എന്നത് നടക്കുന്ന കാര്യമാണോ? പാത്രിയാർക്കീസിന്റെ സ്വാധീനം കൊണ്ടായിരുന്നു 1889 സെമിനാരി കേസിൽ റോയൽ കോർട്ട് വിധിയിൽ മാർത്തോമ സഭ പരാജയപ്പെട്ടത്. പത്രോസ് പാത്രിയാർക്കീസ് 7 സഭകളിലായി തിരിച്ചെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? അങ്ങനെ അന്ന് 7 ഭദ്രാസനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 1997 സിറിയൻ ഓർത്തഡോക്സ് ചർച്ചും ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതെങ്ങനെ ഒരു അതിഭദ്രാസനം മാത്രമായി ചുരുങ്ങി? ഇൻക്യുബേറ്ററിൽ നിന്നും വിരിയിച്ചതുപോലെ വാഴിച്ചുവിട്ട 35 മെത്രാന്മാരുടെ പണി എന്താണ്? ആഗമാന സിനഡിൽ ഇവരിൽ എത്ര പേർക്ക് വോട്ടുണ്ടെന്ന് കൂടി പറഞ്ഞാലും താങ്കൾ പറഞ്ഞ ഈ ലെഗസി ആണോ ഒരു അതിഭദ്രാസനത്തിൽ എത്തിച്ചത്? അതുകൊണ്ട് ആധികാരികമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയണം.